അത്ഭുതത്തോടെയും ആദരവോടെയും മാത്രം കണ്ട അതുല്യ രാഷ്ട്രീയ നേതാവാണ് വി.എസ്. അച്യുതാനന്ദനെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P.K. ശ്രീമതി അനുസ്മരിച്ചു. ഞാൻ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം അത്ഭുതങ്ങളോടെയും ആദരവോടെയും കൂടി നോക്കിക്കണ്ട ഒരു നേതാവാണ് സഖാവ് വി.എസ്. നിരവധി നേതാക്കന്മാരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്, അതുപോലെ സഖാവ് വി.എസിനെയും. പക്ഷെ സഖാവ് വി.എസ്. പലരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. അവസാനം 2006, 2001 മുതൽ 2005 വരെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പമുള്ള ഒരു MLA ആയിട്ടും, എന്നാൽ അതിനേക്കാൾ കൂടുതൽ 2006 മുതൽ 2011 വരെയുള്ള 5 വർഷക്കാലം വി.എസിന്റെ ക്യാബിനറ്റിൽ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അതുപോലെ സാമൂഹ്യ ക്ഷേമം 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു മന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വരികയുണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. 2007 സന്നിധാനത്ത് അദ്ദേഹം ഒരു ആശുപത്രി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പമ്പയിലും അപ്പാച്ചിമേട്, നീലിമല, ഒപ്പം സന്നിധാനത്ത് ICU ഉൾപ്പെടെയുള്ള ഒരു ആശുപത്രി ആദ്യമായിട്ട് ഉണ്ടാക്കി അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം നിശ്ചയിച്ചത്. അദ്ദേഹം നടന്നു വരില്ല എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ നടന്നു തന്നെ കയറും, ആരും വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ നടന്നു വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വണ്ടി ഏതെങ്കിലും വാഹനം ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിന്റെ അവിടെ കൊണ്ടുപോകുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാം, ഞാൻ നടന്നു തന്നെ കയറും. അദ്ദേഹം നടന്നു കയറിയപ്പോ തീരെ വയ്യാത്ത പലരും അദ്ദേഹത്തോടൊപ്പം തന്നെ നടന്നു കയറി എന്നുള്ളതാണ് സത്യം. അത്ഭുതാദരങ്ങളോടുകൂടിയാണ് 84 വയസ്സുള്ള സഖാവ് വി.എസ്. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ കൃത്യം ആ സമയം എടുത്തുകൊണ്ട്, സാധാരണ എടുക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം സന്നിധാനത്തെത്തിയത്. യാതൊരു തരത്തിലുള്ള ക്ഷീണമോ മറ്റു പ്രയാസമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. തീർച്ചയായും 102 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യം മനസ്സിന്റെ സ്ഥൈര്യമാണ്, മനസ്സിന്റെ ധൈര്യവും സ്ഥൈര്യവുമാണ്. ഇത്രയേറെ പാവങ്ങൾക്ക് വേണ്ടി പടവരുതിയിട്ടുള്ള ഒരു നേതാവ്. തീർച്ചയായിട്ടും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതാക്കളിൽ എന്തുകൊണ്ടും എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു സമുന്നത വ്യക്തിത്വം എന്നുള്ള നിലയിൽ സഖാവ് വി.എസിന്റെ നാമം, ഈ 2 അക്ഷരം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ലോക മലയാളികളുടെ ഇടയിലെല്ലാം ഈ നാമം എന്നും ഓർക്കപ്പെടും. അത്രയേറെ ആദരണീയനും മഹത്തായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വേർപാട് വലിയ ദുഃഖം തന്നെയാണ്. പക്ഷെ നമുക്കറിയാം, മനുഷ്യർ 102ാമത്തെ വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് തന്നെ നമുക്കെല്ലാം ഏറ്റവും അഭിമാനകരമാണ്. കുറെ ദിവസമായി അദ്ദേഹം ആശുപത്രിയിൽ മരണത്തോട് തൊട്ട് നിൽക്കുകയായിരുന്നു. ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം അധികം ഇനി താമസമില്ല എന്നുള്ള മട്ടിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ചിലപ്പോ എല്ലാവരും പ്രതീക്ഷിച്ചു, ചിലപ്പോ തിരിച്ചു വന്നേക്കാം, വി.എസ്. അല്ലേ എന്നെല്ലാം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു.